വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യക്ക് കിരീടം ലഭിച്ചിരിക്കുകയാണ്. ദക്ഷിണാഫ്രിക്കയെ തകർത്ത കിരീടം ചൂടി. നമ്മളൊപ്പം ഗൗതം അമർകുജം ചെയ്തുകൊണ്ട് വിവരങ്ങളുമായി. ഗൗതം, ഒരു ചരിത്ര നിമിഷമാണല്ലേ? തീർച്ചയായിട്ടും ഇന്ത്യ ഒരു വലിയ ചരിത്ര നേട്ടത്തിലേക്ക്, ചരിത്ര നിമിഷത്തിലൂടെ കടന്നു പോകുന്നതിൻ്റെ എല്ലാവിധ ആഹ്ലാദവും ആവേശവും ഇന്ത്യയിലെമ്പാടും അലതല്ലുന്നൊരു നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ഇന്ത്യയുടെ വനിതാ ടീം ഇതാ ആദ്യമായി ലോക കിരീടം ചൂടി. ലോക കിരീടം ഇന്ത്യയുടെ മണ്ണിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൻ്റെ ആവേശത്തിൽ തന്നെയാണ് ഇപ്പോൾ കായിക ലോകമുള്ളത്, ക്രിക്കറ്റ് ലോകം എല്ലാം ഉള്ളത്. കരുത്തരായ പ്രോട്ടീസിനെ, ദക്ഷിണാഫ്രിക്കയെ തകർത്തുകൊണ്ടാണ് ഈ കിരീടം നമ്മൾ ചൂടുന്നത് എന്നതാണ് ഏറ്റവും അഭിമാനകരമായ നേട്ടം. വർഷങ്ങളായി പല ക്യാപ്റ്റന്മാർ, പല കാലങ്ങളിലൂടെ കടന്നുപോയ ക്യാപ്റ്റന്മാർ, ഹർമൻപ്രീത് കൗർ, അതോടൊപ്പം തന്നെ ഇതിന് മുൻപുണ്ടായിരുന്ന മിതാലി രാജ് ഉൾപ്പെടെയുള്ള ആളുകൾ, അവരെല്ലാം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, അവരുടെ മത്സരങ്ങൾ, ഇടക്കാലത്ത് കപ്പിനും ചുണ്ടിനും ഇടയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ കിരീടം ഇതാ നമ്മൾ ഇന്ത്യയുടെ മണ്ണിലേക്ക് കൊണ്ടുവരുന്നു. ആ കിരീടം ഇന്ത്യയിലേക്ക് എത്തുന്നു. വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് വനിതാ ലോകകപ്പിൻ്റെ ഏകദിന ലോകകപ്പിൻ്റെ കിരീടം ഇന്ത്യയിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ആവേശത്തിലാണ് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ എല്ലാവരും ഉള്ളത്. കഴിഞ്ഞ മത്സരം കഴിഞ്ഞപ്പോൾ തന്നെ, സെമിഫൈനൽ അവസാനിച്ചപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ മുതലുള്ള കാത്തിരിപ്പാണ്. നമുക്ക് ഒരു ഘട്ടത്തിൽ നഷ്ടപ്പെട്ട കിരീടം തിരിച്ചു കൊണ്ടുവരിക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആവേശകരമായ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഏറെ കാത്തിരുന്ന ഒരു നിമിഷമാണ്. അത് കരുത്തരായ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കിരീടത്തിലേക്ക് എത്തുന്നത് എന്നത് ഏറെ അഭിമാനകരമായ ഒരു നിമിഷം. ആ നിമിഷമാണ് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തിൽ എമ്പാടും അലയടിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പിൻ്റെ ഫൈനലിലേക്ക്, വനിതാ ലോകകപ്പിൻ്റെ ഫൈനലിലേക്ക് നമ്മൾ എത്തുകയും അവിടെ കിരീടം ചൂടുകയും നമ്മൾ ആ കിരീടം നമ്മുടെ മണ്ണിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിരവധി ക്യാപ്റ്റന്മാർ നമുക്കറിയാം. നമ്മുടെ രാജ്യത്ത് ക്രിക്കറ്റ് കളിച്ച് ആ ക്രിക്കറ്റിലൂടെ പേരെടുത്ത് അതും വനിതാ ടീമിൽ ഇടം പിടിച്ച് ആ ടീമിൻ്റെ ഐക്കൺ താരങ്ങളായി മാറിയിട്ടുള്ള പലരും നിരാശയോടുകൂടി പവലിയനുകളിലേക്ക് മടങ്ങുകയും ഗ്രൗണ്ടിൽ നിന്നും കണ്ണീരോടെ വിടവാങ്ങുകയും ചെയ്തിട്ടുള്ള കളികൾ പലതും നമ്മൾ കണ്ടതാണ്. 2017 ഉൾപ്പെടെ നമ്മളതിന് സാക്ഷ്യം വഹിച്ചതാണ്. എന്നാൽ ആ നിരാശയ്ക്കൊക്കെ, ആ കണ്ണീരിനൊക്കെ പകരമായി ഇതാ വിജയത്തിൻ്റെ മധുരം, സന്തോഷത്തിൻ്റെ ആനന്ദ കണ്ണീർ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ ഇടയിലേക്ക് അത് ആവോളം പകർന്നു നൽകിക്കൊണ്ട് ഇപ്പോൾ നവി മുംബൈയുടെ ആകാശത്ത് പുതിയ ചരിത്രം എഴുതുകയാണ് ഇന്ത്യൻ വനിതാ ടീം. ലോകകപ്പ് കിരീടം ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും സന്തോഷകരമായ വാർത്ത ഈ നിമിഷം പുറത്തു വരികയാണ്. എന്തായാലും ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ ടൂർണമെൻറ്റിൽ ഉടനീളം നമ്മുടെ ടീം കാഴ്ചവെച്ചിട്ടുള്ള, ഹർമൻപ്രീത് കൗറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കാഴ്ചവെച്ചിട്ടുള്ള ഒരു പ്രകടനമാണ്. ആ പ്രകടനം ഒരുപക്ഷെ ഇന്ത്യയിലെ വരാനിരിക്കുന്ന വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ചരിത്രത്തിലേക്ക് എഴുതി ചേർക്കപ്പെടുന്ന ഒരു പ്രകടനമായി മാറുകയും ചെയ്യും. ഓരോ ഘട്ടത്തിലും, ഓരോ മത്സരത്തിലും അതിനാവശ്യമായ തലത്തിലേക്ക് ഉയർന്ന് കളിക്കുന്ന കളിക്കാരെ നമ്മൾ ഈ ടൂർണമെൻറ്റിൽ ഉടനീളം കണ്ടു. ഒരു സമയത്ത് അത് ഷഫാലി വർമ്മയാണെങ്കിൽ, ഒരു സമയത്ത് അത് സ്മൃതി മന്ദാനയാണെങ്കിൽ, ഒരു സമയത്ത് അത് ദീപ്തി ശർമ്മയാണെങ്കിൽ, ഒരു സമയത്ത് അത് ജമീമയാണെങ്കിൽ, ഈ ടീം ഒന്നടങ്കം പ്രഗത്ഭരുടെ കഴിവുറ്റ കളിക്കാരുടെ ഒരു നിര തന്നെ അണിനിരത്തിക്കൊണ്ട് ഇത്തവണ നമ്മൾ മുന്നോട്ട് വെച്ച നമ്മുടെ ആ ഗോൾ അത് നേടിയിരിക്കുകയാണ്. ലോകകപ്പിൻ്റെ വനിതാ കിരീടം ഇന്ത്യയിലേക്ക് എത്തുന്നു. ഇപ്പോൾ 52 റൺസിൻ്റെ വിജയമാണ് ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്നത്. 299 വിജയലക്ഷ്യമാണ് ഇന്ത്യ ഉയർത്തിയത്. ഒരു ഫൈനലിൽ, വനിതാ ലോകകപ്പിൻ്റെ ഫൈനലിൽ ഉയർത്തപ്പെടുന്ന ഏറ്റവും വലിയ റെക്കോർഡ് സ്കോറാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഉയർത്തിയത്. നവി മുംബൈയിലെ പട്ടേൽ സ്റ്റേഡിയത്തിൽ ഒരുപക്ഷെ മറ്റൊരു ചരിത്രമായിരുന്നു ആ സ്കോർ. അത്രയും വലിയ സ്കോർ വന്നപ്പോൾ തന്നെ ഇന്ത്യക്ക് ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ള വിലയിരുത്തലുകൾ ഉണ്ടായി. പക്ഷേ ദക്ഷിണാഫ്രിക്കൻ ടീം നമുക്കറിയാം, അവരും കരുത്തുറ്റ ടീമായിട്ടാണ് ഇത്തവണ ടൂർണമെൻറ്റിന് എത്തിയത്. അതുകൊണ്ട് തന്നെ ഒറ്റയാൾ പോരാട്ടങ്ങൾക്ക് ഒരുപക്ഷെ വലിയ വിജയങ്ങൾ സമ്മാനിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷകൾ, വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. അതിന് സമാനമായി തന്നെ ഡോൾഫിൻ്റെ ഉൾപ്പെടെയുള്ള ഇന്നിങ്സ് നമ്മുടെ മുൻപിൽ ഉണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ ആ ഒരു ഇന്നിങ്സ് ഇന്ത്യക്കുള്ള ഒരു തിരിച്ചടിയായി മാറുമെന്നുള്ള വിലയിരുത്തൽ, അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ കൈവിട്ട് പോയേക്കുമോ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇടയ്ക്ക് എത്തിയിരുന്നെങ്കിലും ഇന്ത്യൻ ബൗളർമാർ കാണിച്ച, പ്രത്യേകിച്ച് സ്പിന്നർമാർ കാണിച്ച ശക്തമായ ഇടപെടലുണ്ട്. ആ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിജയം അത് ഏറ്റവും മനോഹരമായ വിജയമായി തന്നെ മാറുകയാണ്. സ്കോർ ബോർഡ് പരിശോധിക്കുകയാണെങ്കിൽ 246 റൺസിന് ദക്ഷിണാഫ്രിക്ക ഓൾ ഔട്ടായിരിക്കുന്നു. 52 റൺസിൻ്റെ വിജയത്തിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുന്നു. നിലവിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പരിശോധിക്കുമ്പോൾ ഇന്ത്യക്കായി വലിയ പ്രകടനം കാഴ്ചവെച്ചത് ഓപ്പണർമാരായി ഇറങ്ങിയിട്ടുള്ള ആളുകൾ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ എടുത്തു പറയേണ്ടത് സ്മൃതി മന്ദാനയുടെയും ഷഫാലി വർമ്മയുടെയും കൂട്ടുകെട്ട് തന്നെയാണ്. അവരുടെ ഓപ്പണിംഗ്
കൂട്ടുകെട്ടിൽ ഏകദേശം 100 റൺസിന് മുകളിലാണ് ആദ്യം ഉണ്ടായത്. ആ ഓപ്പണിംഗ് കൂട്ടുകെട്ട് വിലയിരുത്തുമ്പോൾ തന്നെ എത്രമാത്രം ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇന്ത്യൻ സംഘം ഇന്ന് ഇറങ്ങിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്മൃതി മന്ദാന 58 പന്തുകളിൽ നിന്ന് 45 റൺസും ഷെഫാലി വർമ്മ 78 പന്തുകളിൽ നിന്ന് 87 റൺസും നേടി. അതോടൊപ്പം തന്നെ പിന്നാലെ എത്തിയ എല്ലാവരും ഈ അവസാന മത്സരത്തിൻ്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ബാറ്റ് വീശുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ സ്കോർ, ഒരു ചരിത്ര സ്കോർ ദക്ഷിണാഫ്രിക്കയ്ക്ക് മുന്നിൽ ഉയർത്താൻ ഇന്ത്യക്ക് ആയി എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ബൗളിംഗ് നിരയെ സംബന്ധിച്ചും നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഉൾവാഡിൻ്റെ ഒരു ഇന്നിങ്സ്, അത് സെഞ്ചുറി നേടിക്കൊണ്ടുള്ള ഒരു ഇന്നിങ്സാണ് ഉൾവാഡ് കാഴ്ചവെച്ചത്. ദക്ഷിണാഫ്രിക്കയുടെ ഉൾവാഡിൻ്റെ പ്രകടനം ഒരുപക്ഷെ ഇന്ത്യക്ക് നിരാശ സമ്മാനിക്കുമെന്ന് കരുതുന്ന ഘട്ടത്തിലാണ് കൃത്യമായ വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് ദീപ്തി ശർമ്മയും അതോടൊപ്പം തന്നെ ദീപ്തി ശർമ്മയ്ക്ക് വലിയ പിന്തുണ നൽകിക്കൊണ്ട് ഗൗഡും അതോടൊപ്പം ചരണിയും ഉൾപ്പെടെയുള്ള ആളുകൾ ബൗളിംഗ് നിരയിലേക്ക് കടന്നു വരികയും ഇന്ത്യൻ സ്പിന്നിന് മുന്നിൽ ദക്ഷിണാഫ്രിക്കയെ കുരുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തത്. എന്തായാലും ഈ ചരിത്ര നിമിഷം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശകരമായ നിമിഷം തന്നെയാണ്. നമുക്ക്